ഹലോ, ഹായ്, നമസ്കാരം. 'പരിവാർ' എന്ന സിനിമ കണ്ടു. ഇതൊരു കോമഡി മൂവിയാണ്. പക്ഷേ ഈ സിനിമയുടെ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതില് കോമഡി വളരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ്. ഈ സിനിമയുടെ ബേസിക് പ്ലോട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരിക്കാൻ കിടക്കുന്ന ഒരു അച്ഛൻ. അപ്പോൾ പുള്ളിയുടെ മക്കളെല്ലാവരും കൂടി പുള്ളിയുടെ അവസാന സമയത്ത് കാണാൻ വരുന്നതാണ്. പക്ഷേ അവര് മക്കൾക്ക് വേണ്ടത് പുള്ളിയുടെ സ്വത്തും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് അച്ഛൻ മരിച്ചിട്ട് സ്വത്തുകളെല്ലാം വീതം വെക്കാൻ കാത്തുനിൽക്കുന്ന മക്കളുടെ ഒരു കഥയാണ് ഈ സിനിമ പറയുന്നത്. നല്ലൊരു പ്ലോട്ട് തന്നെയായിരുന്നു. ഒരുപാട് കോമഡീസ് എല്ലാം കൊണ്ടുവന്ന് നല്ല എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയായിരുന്നു. പക്ഷേ ഈ സിനിമ എടുത്തു വന്നപ്പോൾ ജസ്റ്റ് ഒരു ഓക്കെ വാച്ച്, നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം എന്ന് മാത്രമുള്ള ഒരു ഫിലിമായിട്ട് ഇത് മാറി. അതിന്റെ മെയിൻ കാരണം കോമഡി വളരെ കുറഞ്ഞു പോയി എന്നുള്ളതാണ്. നമ്മൾ കോമഡി സ്കിറ്റുകളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയില്ല, നിങ്ങളുടെ തീം അടിപൊളിയായിരുന്നു പക്ഷെ കോമഡി ഒരുപാടില്ല എന്നൊക്കെ പറയില്ല ജഡ്ജസ്. അതുപോലത്തെ ഒരു അവസ്ഥയാണ്. ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ നമ്മുടെ ജഗദീഷ്, ഇന്ദ്രൻസ്, അലക്സാണ്ടർ പ്രശാന്ത് എന്നിവരൊക്കെയാണ്. ഈ സിനിമയിലെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലെ മക്കളുടെ എല്ലാം പേര് പഞ്ചപാണ്ഡവന്മാരുടെ പേരുകളാണ്. ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ. അതില് ഭീമന്റെ ക്യാരക്ടർ ചെയ്യുന്നത് ഇന്ദ്രൻസ് ആണ്. അതും നല്ല രസമുണ്ടായിരുന്നു. പുള്ളിയുടെ പെർഫോമൻസ് നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ക്യാരക്ടർ പിടിച്ച് തന്നെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ജഗദീഷ്, അലക്സാണ്ടർ പ്രശാന്ത് എല്ലാവരും നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. എല്ലാവരുടെയും നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ആ റോളുകൾ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് ഉത്സവരാജും ഫഹദ് നന്ദു എന്നിവരാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ കഥ ഓക്കെ ആയിരുന്നു. പക്ഷെ തിരക്കഥയായി വന്നപ്പോൾ ആ ഒരു കോമഡി എലമെന്റ് ഒരുപാട് കുറഞ്ഞു പോയ ഒരവസ്ഥയാണ്. ഡയറക്ഷൻ എല്ലാം ഓക്കെ ആയിരുന്നു. ഈ സിനിമയുടെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് VS വിശാലാണ്. ക്യാമറ ചെയ്തിരിക്കുന്നത് അൽഫാസ് ജഹാംഗീർ. അതുപോലെ തന്നെ ബിജിപാലാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പാട്ടുകളൊക്കെ ഓക്കെ ആയിരുന്നു. ഒന്ന് രണ്ട് പാട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ തിയേറ്ററിൽ. ഈ സിനിമയുടെ ട്രെയിലറും പോസ്റ്ററൊക്കെ കണ്ട് നമ്മൾ സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ ചെല്ലുന്നത് തന്നെ ഒരു കോമഡി മൂവി പ്രതീക്ഷിച്ചാണ്. കോമഡി സിനിമ കാണാൻ പോയിട്ട് കോമഡി ഇല്ലാത്തൊരു നോർമൽ സിനിമ കണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് 'പരിവാർ' കണ്ടപ്പോൾ എനിക്ക് കിട്ടിയത്. എനിക്കൊരു ജസ്റ്റ് ഒരു വൺ ടൈം OTT വാച്ച് മൂവി ആയിട്ട് തന്നെയാണ് ഈ സിനിമ അനുഭവപ്പെട്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.